ദോശയ്ക്ക് ഇന്നൊരു കറി ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായ സാധനങ്ങൾ: 250 ഗ്രാം കൊച്ചുള്ളി, 100 ഗ്രാം പരിപ്പ്, 100 ഗ്രാം ഉഴുന്ന്, 3 ടേബിൾ സ്പൂൺ അരി, 3 ടേബിൾ സ്പൂൺ മല്ലി, മുളക് 7 മുളക് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു കൊച്ചു സ്പൂൺ പെരുംജീരകം, അല്പം കായപ്പൊടി, 2 പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ആദ്യം പരിപ്പിടാം. ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത് നമുക്ക് അരി നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കതിന് പാത്രത്തിലേക്ക് മാറ്റാം. മുളകും മല്ലിയും ഒരുമിച്ച് വറുക്കാം. കറിവേപ്പിലയും പെരുംജീരകവും ഇട്ട് കൊടുക്കാം. മുളകും മല്ലിയും കുറച്ച് വറുത്ത് വന്ന പിന്നെയാണ് കറിവേപ്പിലയും പെരുംജീരകം ഇട്ട് കൊടുക്കേണ്ടത്. മല്ലിയും കറിവേപ്പിലയും മസാലയും ഒക്കെ ആയിട്ടുണ്ട്. ഇനി അത് പാത്രത്തിലേക്ക് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിക്കാം. വന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റാം. പൊടിച്ചത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കടുക് വറുക്കാം. എണ്ണ ഓരോരുത്തരും ചേർക്കുന്നതനുസരിച്ച് ചേർക്കാം. ഞാൻ കുറച്ച് എണ്ണയാണ് ചേർത്തേക്ക്. തിളച്ചിട്ടുണ്ട്. കടുക് ഇടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി മുളക് ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് ബ്രൗൺ നിറത്തിലാവുന്നത് വരെ ഇതിനെ വഴറ്റണം. പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കറി ആക്കിയ ശേഷം ബാക്കി വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് പൊടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇതിലേക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ കറിക്ക് ഏറ്റവും നല്ലത് തട്ടുദോശയാണ്. ദോശയും റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.